ഹരിയാന ബി.ജെ.പിയുടെ കരയാന ആയിരിക്കുകയാണ്. ഹരിയാനയിൽ പൊട്ടിപ്പൊട്ടി കരയാനാണ് മന്ദഭക്തരുടെ വിധി. ഇവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കിക്കൊണ്ട് ഗോദി മീഡിയ ദൈനിക് ഭാസ്കറിന്റെ ഒപ്പീനിയൻ പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി ഹരിയാനയിൽ ഭരണം നടത്തുന്ന ബി.ജെ.പി നല്ല നിലയിൽ നിന്നിരുന്ന ആ സംസ്ഥാനത്തെ മുടിച്ചു നാശമാക്കി എന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തിയുമില്ല. രാജ്യത്തെ ഏറ്റവും വലിയ അൺഎംപ്ലോയ്മെന്റ് ഹരിയാനയിലാണ് ഉള്ളത്. ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കൾ വളരെയധികം ഉള്ള ഒരു സ്റ്റേറ്റിലാണ് ഈ അവസ്ഥ എന്ന് ഓർക്കണം. അതുപോലെ തന്നെ വികസനം എത്തി നോക്കാത്ത ഗ്രാമങ്ങൾ, പൊട്ടിപ്പൊളിഞ്ഞ് നാമാവശേഷമായ റോഡുകൾ, പാലങ്ങൾ, തൊഴിലില്ലായ്മയിലും ദാരിദ്ര്യത്തിലും വലയുന്ന യുവാക്കൾ യുദ്ധമുഖമായ ഇസ്രായേലിലേക്ക് കൂലിപ്പണിക്ക് പോകുവാനോ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഡോങ്കി മാർക്കറ്റിലൂടെ കുടിയേറാനോ ഒക്കെ എല്ലാ വിധത്തിലും ശ്രമിക്കുകയാണ്. ഹരിയാനയിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ് ഏതാണ്ട് 1000-ഓളം ഒഴിവിലേക്ക് 50,000-ഓളം ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ യുവാക്കളാണ് അപേക്ഷ സമർപ്പിച്ചതെന്ന്. എത്രത്തോളം ഭീകരമാണ് ഹരിയാനയുടെ അവസ്ഥ എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇത്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ മൊത്തമുള്ള 90 സീറ്റുകളിൽ 67 സീറ്റുകളിലേക്കുള്ള സർവേയാണ് പുറത്തുവിട്ടത്. ഒന്നാം തരം ഗോദി മീഡിയയായ ഇവരുടെ സർവേ ഫലം കോൺഗ്രസിന് വലിയ മുന്നേറ്റമാണ് പ്രവചിക്കുന്നതെങ്കിൽ അവിടുത്തെ യാഥാർത്ഥ്യം എന്താണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇവരുടെ സർവേ ഫലം അനുസരിച്ച് ഈ 67 സീറ്റുകളിൽ കോൺഗ്രസ് 40-നും 42-നും ഇടയ്ക്കും, ബി.ജെ.പി വെറും 16-നും 18-നും ഇടയ്ക്കും, INLD BSP സഖ്യം 2-നും 4-നും ഇടയ്ക്കും, ജെ.ജെ.പി 0-നും 1-നും ഇടയ്ക്കും, സ്വതന്ത്രർ 2-നും 3-നും ഇടയ്ക്കും സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നു. 90 സീറ്റുകളുള്ള ഇവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 46 സീറ്റുകളാണ്. ഈ സർവേ നടത്തിയ 67 സീറ്റുകളിൽ തന്നെ കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തിനടുത്ത് സീറ്റുകൾ നേടും എന്നർത്ഥം. ബാക്കിയുള്ള 23 സീറ്റുകളിലെ ഇവരുടെ സർവേ ഫലം പുറത്തുവിട്ടിട്ടില്ല. അതിലും മിനിമം 15 സീറ്റുകളെങ്കിലും കോൺഗ്രസ് നേടുമെന്ന് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ മിനിമം 55 സീറ്റുകളോടെ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാണ്. പ്രചാരമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ആകെ 2 തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ മാത്രമാണ് ഹരിയാനയിൽ നടത്തിയിട്ടുള്ളത്. ഈ യോഗങ്ങളിലെ മോദിയുടെ പ്രസംഗങ്ങളിൽ നിന്ന് തന്നെ വെളിവാകുന്നത് അവർ ഹരിയാന ഉപേക്ഷ മട്ടാണ് എന്നാണ്. അവസാന ഫലം വരുമ്പോൾ കോൺഗ്രസ് 70 സീറ്റുകൾ വരെ നേടുവാനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. ബി.ജെ.പി വെറും 15 സീറ്റുകളിലേക്ക് ചുരുങ്ങിയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ ഉത്തരേന്ത്യയിലും ഓരോരോ സംസ്ഥാനങ്ങളായി ബി.ജെ.പി മുക്തമാവുകയാണ്.